നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ആവശ്യവുമായി കലക്ടറേറ്റിലേക്ക് മാർച്ച്. ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യം. ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം. മധുര വിതരണവുമായി കണ്ണൂർ DCC. നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും ബാൻഡ് മേളവും. ഇത് ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ച വിജയമെന്ന് മാർട്ടിൻ ജോർജ്. സത്യസായി ബാബയുടെ 99ാം ജന്മദിനത്തിൽ സേവാ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ. തുടക്കം സർവമത ഭജനയോടെ. തണൽ വീടിന് വീൽചെയറും എയർബെഡും കൈമാറി. ചടങ്ങിൽ വിവിധ സംഘടനകൾക്ക് സഹായം. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. നെഹ്റു 18 വർഷങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരിച്ചപ്പോൾ 18 തൊഴിൽ നിയമങ്ങൾ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കി. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ 44ഓളം തൊഴിൽ നിയമങ്ങൾ പാസാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി ഇന്നും നിലനിൽക്കുന്ന INTUCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരം സമരങ്ങൾ തീർച്ചയായും അത് നമ്മളുടെ ഫലം കണ്ടേ നാം മടങ്ങൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാന സർക്കാരിന്റെ ചുമട്ടുതൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിനായി നടപടികൾ സ്വീകരിക്കുക, നഫ്സ വെബ്കോ തൊഴിലാളികളുടെ വേതന വർധനവ് നടപ്പിലാക്കുക, സ്കാറ്റസ് ടിംബർ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് രാഘവൻ അധ്യക്ഷത വഹിച്ചു. T ജയകൃഷ്ണൻ, MO മാധവൻ, ശങ്കരൻ, വിജയൻ, M പ്രഭാകരൻ, പീറ്റർ, ഉല്ലാസൻ, ദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ വിരമുക്ത ദിനാചരണത്തോടനുബന്ധിച്ച് ഇരുവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ സ്കൂൾ അധ്യാപകർക്കും അങ്കണവാടി ആശാ വർക്കർമാർക്കും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇരുവേരി CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മായ നേതൃത്വം നൽകി. ബഹുഭൂരിപക്ഷം കുട്ടികളിലും ഇന്നും വിരശല്യം പ്രകടമാണ്. ഒരു കുട്ടിയിൽ നിന്നും മറ്റൊരാളിലേക്ക് വിരകൾ പടരാനുള്ള സാഹചര്യവും കൂടുതലാണ്. ഇത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തെ ബാധിക്കുന്നുണ്ട്. അതുവഴി കുട്ടികളിൽ പഠന നിലവാര തകർച്ചയ്ക്കും വിരകൾ കാരണമാകുന്നു. രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളിൽ ആരോഗ്യമുള്ള മനസ്സും ശരീരവും നിലനിർത്തണമെങ്കിൽ വിരമുക്തമായ ഒരു അന്തരീക്ഷം നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ദേശീയ വിരമുക്ത പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളിലും രക്ഷിതാക്കളിലും ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പഞ്ചായത്തിലെ മുഴുവൻ അധ്യാപകർക്കും അംഗനവാടി ജീവനക്കാർക്കും ആശാ വർക്കർക്കും പരിശീലന പരിപാടി നടത്തിയത്. അല്ലെങ്കിൽ അവർ പറയാം അത് കഴിച്ചിട്ട് ആണ് കുട്ടിക്ക് പിന്നെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ നമ്മുടെ പൊതുവെ ഉള്ളൊരു ഹാബിറ്റാണ്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള സംഭവമായിട്ട് റിലേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ കാണുന്നത് ചിലർ വന്നിട്ട് പറയും, ഇവിടെ പ്രസവം നിർത്തിയതിന് ശേഷം ഭയങ്കരമായിട്ട് വലിഞ്ഞു വരും. പിന്നെ വേറെ ഒരു കൂട്ടിൽ വന്നിട്ട് പറയും, പ്രസവം നിർത്തിയതിന് ശേഷം ഭയങ്കരമായിട്ട് തടിച്ചു. പിന്നെ കോപ്പറ്റ ഇട്ടതിന് ശേഷം വലിഞ്ഞു പോയി. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ആൾക്കാർ അതിന് മുന്നേ എന്താണോ നടന്നത് അതുമായിട്ട് കോറിലേറ്റ് ചെയ്യും. ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ കുത്തിവെപ്പിൽ നിങ്ങളുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുത്തിവെപ്പോഴൊന്നും ചില കുട്ടികൾ പേടിച്ചിട്ട് തലവേദന. ഇരുവേരി കമ്മ്യൂണിറ്റി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KP ഷൈജു, KT ബിന്ദു, പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ N റീജ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് സ്റ്റാഫ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, MLSP, RBSK എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായ നോംടോം നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ട്രാവൽ ബസാർ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കാലത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ കിയാൽ MD ദിനേശ് കുമാർ ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി. ചേംബർ പ്രസിഡന്റ് TK രമേഷ് കുമാർ അധ്യക്ഷനായി. നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ്റെയും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും
ആഭിമുഖ്യത്തിലാണ് നോർത്ത് മലബാർ ട്രാവൽ ബസാർ എന്ന ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർമാർ, ടൂറിസം മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. കേരളത്തിൻ്റെ പൊതു പ്രത്യേകത ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എന്നുള്ളതാണ്. കേരളം എന്നത് തന്നെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ. ഒരു ഇന്ത്യ സ്ഥലം പോലും ഒഴിവാക്കാൻ പറ്റാത്തത്ര പ്രകൃതി രമണീയമായ ഇടങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ, അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി, കല, സംസ്കാരം, ഭക്ഷണം, ഇങ്ങനെ കേരളം വ്യത്യസ്ത വിനോദസഞ്ചാര അനുഭവം നൽകുന്ന ഇടമാണ്. എന്നാൽ വിവിധ കാരണങ്ങളാൽ മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിക്കുന്നില്ല. മികച്ച അക്കോമഡേഷൻ സൗകര്യങ്ങളുടേത് ഉൾപ്പെടെയുള്ള അഭാവം നേരത്തെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലുടനീളമുള്ള ടൂർ ഓപ്പറേറ്റർമാരും ഉത്തര മലബാറിലെ ടൂറിസം സംരംഭകരും സേവനദാതാക്കളും പരസ്പരം സംവദിക്കുന്ന B2B മീറ്റിൽ ഇന്ത്യയിലുടനീളമുള്ള 150ഓളം ടൂർ ഓപ്പറേറ്റർമാരും ടൂറിസം സംരംഭകരും പങ്കെടുത്തു. കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. നാളെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി ട്രാവൽ ബസാറിലെ സ്റ്റാളുകൾ സന്ദർശിക്കാം. നോംടോ വൈസ് പ്രസിഡന്റ് KK പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഐസക് ഫ്രാൻസിസ്, പത്മശ്രീ CRD പ്രസാദ്, റോയ് ചാക്കോ എന്നിവർ സംസാരിച്ചു. നോംടോ സെക്രട്ടറി C അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് TV മധുകുമാർ നന്ദിയും പറഞ്ഞു. Properly for the tourism. Kerala being the God's own country, the tourism is from Cochin to Trivandrum, not for North Malabar. But last 2 years after the conductor of the first edition of Nomto, now Travel Bazaar, we had seen the tremendous growth in the area of tourism in North Malabar. And after the completion of this 2024 second edition, we expect more and more tourism development in this area. We wish that all of us has to promote our North Malabar, because lot of buyers are here today. I would request to them, and I would request to the buyers, we have to visit all the stalls. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ. ആവശ്യവുമായി കലക്ടറേറ്റിലേക്ക് മാർച്ച്. ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യം. ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം. മധുര വിതരണവുമായി കണ്ണൂർ DCC. നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും ബാൻഡ് മേളവും. ഇത് ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ച വിജയമെന്ന് മാർട്ടിൻ ജോർജ്. സത്യസായി ബാബയുടെ 99ാം ജന്മദിനത്തിൽ സേവാ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ. തുടക്കം സർവമത ഭജനയോടെ. തണൽ വീടിന് വീൽചെയറും എയർബെഡും കൈമാറി. ചടങ്ങിൽ വിവിധ സംഘടനകൾക്ക് സഹായം. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. വയനാട് ലോക്സഭയിലേക്കും പാലക്കാട് നിയമസഭയിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ DCCയിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. വിജയം ഉറപ്പിച്ചതോടെ തന്നെ പ്രവർത്തകർ DCCയിൽ എത്തിത്തുടങ്ങിയിരുന്നു. ഫലം പ്രഖ്യാപിച്ചതോടെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മധുരം വിളമ്പി വിജയം ആഘോഷിച്ചു. ബാൻഡ് മേളക്കാരും ഇതിനിടെ ഇവിടെ എത്തിയിരുന്നു. CPM BJP ദുഷ്പ്രചരണങ്ങളെ അതിജയിച്ചാണ് പാലക്കാട് ഉജ്ജ്വല വിജയം നേടിയതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. വൈകിട്ട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. നേതാക്കളായ TO മോഹനൻ, റഷീദ് കവ്വായി, VV പുരുഷോത്തമൻ തുടങ്ങിയ നേതാക്കൾ വിജയാഘോഷത്തിന് നേതൃത്വം നൽകി. കൂടാളി ഹൈസ്കൂൾ 1975 SSLC വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമം സതീർത്ഥ്യം എന്ന പേരിൽ യെച്ചൂർ CR ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കഥാകാരൻ M. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രവണതയുള്ളത് ഉൾവലിയാന്നുള്ളതാണ്. നമ്മൾക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം, തിരക്കുണ്ടാകാം. എങ്കിലും എല്ലാവരും തന്നെ അവനവയിലേക്ക് ഉൾവലിഞ്ഞു പോകുന്നുണ്ട്. പഴയതുപോലെയുള്ള ഒരു കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിപ്പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമ്മളെ തിരക്ക് പിടിച്ച ജീവിതമായിരിക്കാം. അപ്പം അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ ഇല്ലാതാകുന്നില്ലേ? പഴയ കാലത്ത് എൻ്റെ വീട്ടിൽ ഞാനൊക്കെ വളർന്നത്, എൻ്റെ അച്ഛൻ 7 മക്കളുണ്ട്. 7 മക്കളാണ്. അതിൽ 5ാമത്തവനായിരുന്നു ഞാൻ. പിന്നെ വീട്ടിലിങ്ങനെ 7 മക്കൾ, അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ പെങ്ങൾ, പിന്നെ കുറേ കോഴികൾ. ബാച്ച് പ്രസിഡന്റ് GY അമർനാഥ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EK രാജൻ സ്വാഗതം പറഞ്ഞു. മുൻ പ്രസിഡന്റ് വിജയൻ ചാലോട് ശതകാല സ്മരണകളിലൂടെ അവതരണം നടത്തി. C. കൃഷ്ണൻ, മോഹനൻ കാനാട്, EK ചാന്ദിനി, അബ്ദുൾ സലാം, MK അംബിക, VN രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദരിക്കൽ ചടങ്ങ്, ഫോട്ടോ സെഷൻ, നാടൻപാട്ട് കലാമേള, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. യെച്ചൂർ നളന്ദ കോളേജ് കലോത്സവത്തിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. പാരലൽ കോളേജ് അസോസിയേഷൻ പ്രസിഡന്റ് KN രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ തുടങ്ങാൻ 1970 45 വർഷം മുമ്പ് അവിടെ ഇങ്ങോട്ട് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ചെറ്റക്കുടിലിൽ പോലും റാങ്കുകാരെ സൃഷ്ടിച്ചത് പാരലൽ കോളേജാണ്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, സാധാരണക്കാരന്റെ അമ്മത്തൊട്ടിലാണ് പാരലൽ കോളേജ്. ഇപ്പോഴാണ് ഒരു 5 വർഷത്തിനുള്ളിലാണ് കുമിള് പോലെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ തുടങ്ങിയത്. ഭീമമായ ഫീസിലോടെ പഠിക്കേണ്ടതിന് പകരം റെഗുലർ മേഖലയിൽ വളരെ പരിമിതമായ സീറ്റിൽ അനാഥരായിട്ട് പുറത്താക്കപ്പെട്ട 10,000-കണക്കിന് കുട്ടികൾക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും കൊടുത്ത ഈ സമാന്തര മേഖല വലിയ പ്രതിസന്ധിയിലാണെന്ന് നമുക്കറിയാം. കോളേജ് പ്രിൻസിപ്പൽ P. ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. കലോത്സവ കൺവീനർ CP രത്നകുമാർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പ്ലാവില പുരസ്കാര ജേതാവ് മനോജ് പട്ടാനൂരിനെ K. പ്രകാശൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. സ്റ്റുഡന്റ് ജോയിന്റ് കൺവീനർ TK ഗോപിക, സ്റ്റുഡന്റ് കൺവീനർ C. വിഷ്ണു, K. പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ശ്രീ സത്യസായി ബാബയുടെ 99ാം ജന്മദിനത്തോടനുബന്ധിച്ച് സത്യസായി സേവാ ഫൗണ്ടേഷൻ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. താപ്പ് എക്സോറ കൺവെൻഷൻ ഹാളിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഈ ആധുനിക ഇന്ത്യയിൽ, നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ
ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആ സംസ്കാരം പഠിക്കാൻ വേണ്ടിയും ഒക്കെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ആളുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ പുതുതലമുറ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്ന് എല്ലാവരും ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ അംഗീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ ഒരു ന്യൂ ജൻ സംസ്കാരവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ദൈവം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ദൈവത്തിന്റെ നമ്മള് ഭാരത സംസ്കാരത്തിൽ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ദൈവം പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ അവതരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീ സത്യസായി ബാബ ഒരു അത്ഭുത പുരുഷനായി, അത്ഭുത ഒരു ജീവിതം ഇങ്ങോട്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് പുട്ടപർത്തി, ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ ജനിച്ചു വീഴുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മഹാപുരുഷനായി മാറുമെന്ന് ആരും ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവില്ല. 2018 പ്രളയ സമയത്ത് സായി ഭക്തന്മാർ ഒത്തുചേർന്ന് കൊട്ടിയൂരിലും സമീപ പ്രദേശങ്ങളിലും സേവന പ്രവർത്തനങ്ങൾ ചെയ്തു. തുടർന്ന് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായാണ് ശ്രീ സത്യസായി ഫൗണ്ടേഷൻ കണ്ണൂർ എന്ന പേരിൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. 2018 2 വർഷത്തോളം കൊട്ടിയൂരിലെ 5 സ്കൂളുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിരുന്നു. കണ്ണൂരിലെ ശാന്തിദീപം സ്പെഷ്യൽ സ്കൂളിലും ഇന്നും പ്രഭാത ഭക്ഷണം തുടർന്നു വരുന്നുണ്ട്. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ള വീൽചെയർ, വാക്കർ, എയർബെഡ് തുടങ്ങിയവയുടെ വിതരണവും ചടങ്ങിൽ നടന്നു. വേദജപം, സർവമത ഭജന, നാം നമ്മെ അറിയുക ധ്യാനത്തിലൂടെ എന്ന വിഷയത്തിൽ ആചാര്യ സീമ സുഭാഷ് നടത്തിയ സജ്ജന സംഗമം, സേവാ പ്രവർത്തനം, പ്രസാദ സദ്യ, നൃത്തനൃത്യങ്ങൾ, ഇൻസ്ട്രുമെന്റൽ ഭജൻസ്, സായി സിംഫണി ഭജൻ ഗ്രൂപ്പ് അവതരിപ്പിച്ച സർവമത ഭജന എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. മംഗളാരതി പ്രസാദ വിതരണത്തോടെയാണ് സത്യസായി ബാബയുടെ 99ാം ജന്മദിന പരിപാടി സമാപിച്ചത്. നീണ്ട 42 വർഷമായി അയ്യപ്പന് മുൻപിൽ കളരി അഭ്യാസം അവതരിപ്പിച്ചു ചാവക്കാട് വല്ലഭട്ട കളരി സംഘം. കൃഷ്ണദാസ് കുരുക്കളുടെ ശിക്ഷണത്തിൽ 14 പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്ത് ശ്രീ ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ കളരി അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത്. കൃഷ്ണദാസ് കുരുക്കളുടെ പിതാവ് പത്മശ്രീ ഗുരു ശങ്കരനാരായണ മേനോൻ തുടങ്ങിവെച്ച ശബരിമല സന്നിധാനത്തെ കളരി അഭ്യാസ പ്രകടനം മകൻ തുടർന്നു പോരുകയായിരുന്നു. തൃശൂർ ജില്ലയിൽ 14 ബ്രാഞ്ചുകൾ ഉള്ള കളരി സംഘത്തിൽ 117 പേർ കളരി അഭ്യസിക്കുന്നുണ്ട്. കളരി വന്ദനം, പുലിയങ്ക പയറ്റ്, മുച്ചാൻ പയറ്റ്, കാലുയർത്തി പയറ്റ്, മെയ് പയറ്റ്, കഠാര പയറ്റ്, ഉടവാൾ പയറ്റ്, മറപിടിച്ച കുന്തം, വടിവീശൽ, ഉറുമി പയറ്റ്, കത്തിയും തടയും, ഒറ്റച്ചുവട്, കൂട്ടച്ചുവട്, കളരി വന്ദനം എന്നിവയാണ് സംഘം അവതരിപ്പിച്ചത്. ഗോവ നാഷണൽ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാക്കളായ അജീഷ്, ഗോകുൽ, ആനന്ദ്, വിനായക്, ഖേലോ ഇന്ത്യ, ഖേലോ സ്വർണ്ണ മെഡൽ ജേതാക്കളായ അഭിനന്ദ്, ഗോകുൽ കൃഷ്ണ തുടങ്ങിയവർ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. കൃഷ്ണദാസ് ഗുരുക്കളോടൊപ്പം രാജീവ് ഗുരുക്കളും ദിനേശൻ ഗുരുക്കളും സംഘത്തെ അനുഗമിച്ചു. സ്വാമി ശരണം. 1955 ചാവക്കാട് മുടവങ്ങാട്ടിൽ ശങ്കുണ്ടി പണിക്കർ സ്ഥാപിച്ച ചാവക്കാട് വല്ലഭട്ട കളരി സംഘത്തിലെ ദിവംഗതനായ പ്രധാന ഗുരുനാഥൻ ശ്രീ പത്മശ്രീ ഗുരു ശങ്കരനാരായണ മേനോൻ അവർകൾ അഥവാ ഉണ്ണിഗുരുക്കളുടെ ശിഷ്യഗണങ്ങളാണ് ഇന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ കളരിപ്പയറ്റ് പ്രദർശനം അവതരിപ്പിച്ചത്. കഴിഞ്ഞ 42 വർഷത്തോളമായി ചാവക്കാട് വല്ലഭട്ട കളരി സംഘം അയ്യപ്പ തിരുസന്നിധിയിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ മുന്നിൽ കാണിക്കയായി ഞങ്ങൾ കളരിപ്പയറ്റ് പ്രദർശനം അവതരിപ്പിച്ചു വരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ വർഷം 14 പേരാണ് എത്തിയിട്ടുള്ളത്. ഗുരുക്കളുടെ മക്കളായ ശ്രീ കൃഷ്ണദാസ് ഗുരുക്കൾ, ശ്രീ രാജീവ് ഗുരുക്കൾ, ശ്രീ ദിനേശൻ ഗുരുക്കൾ, അവരെ കൂടാതെ അവരുടെ മക്കളും മരുമക്കളും കൂടാതെ പ്രധാന ശിഷ്യഗണങ്ങളുമാണ് ഇന്ന് ഇവിടെ കളരിപ്പയറ്റ് പ്രദർശനം അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായി ഞങ്ങൾ ഇന്ന് അവിടെ അവതരിപ്പിച്ചത് കളരി വന്ദനം അഥവാ ഗുരുവന്ദനം, പൂത്തറ വന്ദനം, അത് കഴിഞ്ഞ് അംഗാസാധകത്വം, കാലുയർത്തി പയറ്റ്, കെട്ടുകാരി പയറ്റ്, മുച്ചാൻ പയറ്റ്, കട്ടാര പയറ്റ്, ഉടവാൾ പയറ്റ്, വാളും പരിചയം അഥവാ പുലിയങ്ക പയറ്റ്, മറുപിടിച്ച കുന്ത പയറ്റ്, കട്ടാര പയറ്റ്, ചെറുവടി പയറ്റ്, മുച്ചാൻ പയറ്റ്, കൂടാതെ വടി വീശൽ, പന്തീരി ചാൺ വീശൽ, ഉറുമി വീശൽ, മറുപിടിച്ച കുന്ത പയറ്റ്, കത്തിയും തള, ഒറ്റച്ചുവട്, കൂട്ടച്ചുവട്, അതുകൂടാതെ വെറുങ്കൈ പ്രയോഗം, ഉറുമി പയറ്റ്,
അവസാനം ഞങ്ങൾ കളരി വന്ദനത്തോടു കൂടി ഇന്നിവിടെ കളരിപ്പയറ്റ് പ്രദർശനം പരിസമാപ്തമാവുകയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7300, പവന് 58,400 രൂപ, വെള്ളി 101 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ. ആവശ്യവുമായി കലക്ടറേറ്റിലേക്ക് മാർച്ച്. ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യം. ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം. മധുര വിതരണവുമായി കണ്ണൂർ DCC. നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും ബാൻഡ് മേളവും. ഇത് ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ച വിജയമെന്ന് മാർട്ടിൻ ജോർജ്. സത്യസായി ബാബയുടെ 99ാം ജന്മദിനത്തിൽ സേവാ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ. തുടക്കം സർവമത ഭജനയോടെ. തണൽ വീടിന് വീൽചെയറും എയർബെഡും കൈമാറി. ചടങ്ങിൽ വിവിധ സംഘടനകൾക്ക് സഹായം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.